coordinate axis and mark the following points. 1, 2, 2, 3, -1, 2, 2, -1, -2, -3. സൂചക അക്ഷങ്ങൾ വരച്ച് താഴെ തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അപ്പോൾ എന്ത് ചെയ്യണം? സൂചക അക്ഷങ്ങൾ വരയ്ക്കുകയാണ് ചെയ്യണം. അക്ഷങ്ങൾ വരയ്ക്കണം, കോർഡിനേറ്റ്സ് വരയ്ക്കണം, കോർഡിനേറ്റ്സ് ആക്സിസ് വരയ്ക്കണം. അപ്പോൾ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ എക്സും വൈ ആക്സിസ് ഇത് വരകളെന്ന് പറയുന്നത് പരസ്പരം എന്താണ്? ലംബങ്ങളാണ്, പെർപെൻഡിക്കുലറാണ്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരച്ചു. ഈ ലൈനിനെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് അക്ഷം എന്ന് പറയുന്നത് ഇതാണ് എക്സ്. ഇനി ഇതിന് പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ ലംബമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു വര വരയ്ക്കുന്നു, ലൈൻ വരയ്ക്കുന്നു. ഇതിനെ പറയുന്നതാണ് വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ അക്ഷം. ഇനി ഈ രണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് പറയുന്നത് ഒറിജിൻ അല്ലെങ്കിൽ ആധാരബിന്ദു. ഇതാണ് ഈ പോയിൻ്റാണ് ഒറിജിൻ അല്ലെങ്കിൽ ആധാരബിന്ദു എന്നാണ് പറയുന്നത്. ആധാരബിന്ദു. ഇനി ഇതിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കെയിലിൽ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. ഇവിടെ സ്കെയിൽ വെച്ച് 0 വെച്ചിട്ട് ഒരു സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ഒരു കുത്ത്, അങ്ങനെ ഓരോ സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുന്നു? ഇടവിട്ട് ഒരു പോയിൻ്റ് ഇടുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് താഴോട്ടും ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ പോയിൻ്റ് ഇങ്ങനെ നമുക്കിതിൽ എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലോട്ടും ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് മാർക്ക് ചെയ്തു. ഇനി എക്സ് ആക്സിസിൽ എക്സ് അക്ഷത്തിലെ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്, എപ്പോഴും പോയിൻ്റ് മാർക്ക് ചെയ്യുന്ന ഇവിടെ നിന്ന് വലത്തോട്ടും ഇടത്തോട്ട് മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെയാണ്. ഈ പോയിൻ്റ് എപ്പോഴും 0 ആണ്. അപ്പോൾ എക്സിൻ്റെ ഇതും 0 ആണ്, വൈയുടെ. അപ്പോൾ എക്സ് അക്ഷത്തിൽ ആദ്യം മാർക്ക് ചെയ്യണ പറയാം. എക്സ് അക്ഷത്തിൽ ഇത് 0, ഇതിന് വലത്തോട്ട് പ്ലസ് കൂടിക്കൂടി പോകും, ഇതിൻ്റെ ഇടത്തോട്ട് കുറഞ്ഞു പോകും, മൈനസാണ്. അപ്പോൾ അടയാളപ്പെടുത്തുന്നത് ഇത് 1, 1, 2, 3, 3, 4, 5, 6 ഇങ്ങനെ പോകും. ഇങ്ങോട്ട് പോകും തോറും -1, -2, -3, -4, -5 കുറഞ്ഞു പോകും. വലത്തോട്ട് കൂടി പോവും, ഇടത്തോട്ട് കുറഞ്ഞു. അതാണ് ഇത് 0 ആയിരിക്കും. അപ്പോൾ ഇത് 0ആണ്. 0ത്തിൽ നിന്ന് കൂടി പോവും, കുറഞ്ഞു. അതുപോലെ തന്നെ വൈ ആക്സിസ് അല്ല വൈ അക്ഷത്തിലെ പോയിന്റുകളും മുകളിലോട്ട് കൂടി എഴുതുക, താഴോട്ട് വരുമ്പോൾ കുറഞ്ഞു പോകും. എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. 0, 1, 2, 3, 4, 5 ഇങ്ങനെ പോകും. താഴോട്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് താഴോട്ട് എഴുതണം. -1, -2, -3, -4, -5 ഇങ്ങനെ പോകും. ഇനി നമുക്കൊരു പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത്രയും പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ അടയാളപ്പെടുത്തണം. അതിന് മുന്നേ നമ്മൾ ഒറിജിൻ എന്ന് പറഞ്ഞില്ലേ, ആധാരബിന്ദു എന്ന് പറഞ്ഞു. എക്സ് ആക്സിസും വൈ ആക്സിസും ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റാണ് ഒറിജിൻ അല്ലെങ്കിൽ ആധാരബിന്ദു. അങ്ങനെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ് എത്രയായിരിക്കും? എക്സും 0 ആണ്, 0 ആണ്. വൈയും എന്തായിരിക്കും? 0 ആണ്. അപ്പം 0, 0 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് 1, 2 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇതിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഫസ്റ്റ് 2 നമ്പേഴ്സ് ഇങ്ങനെ ബ്രാക്കറ്റിനകത്തായിട്ടാണ് തരുന്നത്. അപ്പോൾ അതിൽ 2 നമ്പറിൽ ആദ്യം തരുന്ന ഏതാണോ ആ നമ്പർ, ഫസ്റ്റ് നമ്പർ എപ്പോഴും എക്സ് നമ്പറായിരിക്കും, എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ ആയിരിക്കും. രണ്ടാമത് തരുന്നത് വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യയായിരിക്കും. എക്സ് കോർഡിനേറ്റ് വൈ, ഫസ്റ്റ് തരുന്ന എക്സും സെക്കൻഡ് തരുന്ന വൈ, എക്സ് കഴിഞ്ഞാണ് വൈ, അത് ആലോചിച്ചാൽ മതി. അപ്പോൾ
ഇവിടെ വരുമ്പോൾ എക്സ് ഇവിടെ എത്രയാണ് 1 ആണ്. അപ്പോൾ എക്സ് ആക്സിസ് ഇതാണ്. ഇതിൽ 1 എവിടെയാണെന്ന് നോക്കുക. ഇതാണ് 1 എന്ന് പറയുന്നത് അല്ലേ. എക്സ് ആക്സിസ് ഇത് -1, ഇത് 1. അപ്പോൾ 1 ആണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇതാണ്. വൈ എന്ന് പറയുന്നത് 2 ഇതിൽ നോക്കരുത്, വൈ ആക്സിസിൽ നോക്കുക. വൈ ആക്സിസിൽ 2 ഇത്. അപ്പോൾ ചെയ്യേണ്ടത് സ്കെയിലെടുത്ത് ഈ 1 പറഞ്ഞെടുത്തുനിന്ന് ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 ലൈനും ഈ 1ഉം ഈ 2ഉം ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ സൂചക സംഖ്യയാണ് 1, 2. അപ്പോൾ ആ പോയിൻറ്റിന് നേർക്ക് നോക്ക്. ഇത് 1. എക്സിൽ എത്രയാണ്? എക്സിൻ്റെ നേർക്ക് വരുന്ന എത്രയാണ്? 1. വൈ എത്ര? 2. അപ്പം പോയിൻ്റ് കിട്ടി. ഇതാണ് നമ്മുടെ 1, 2 എന്ന് പറയുന്ന പോയിൻ്റ്. ഇനി നമുക്ക് 2, 3 ആണ് അടയാളപ്പെടുത്തേണ്ടത്. 2, 3 മാർക്ക് ചെയ്യണം. 2, 3 അടയാളപ്പെടുമ്പോൾ എക്സ് എത്രയാണ്? എക്സ് ഇവിടെ 2 ആണ്. വൈ എത്ര? 3 ആണ്. എക്സ് 2 ഇതല്ലേ എക്സിൻ്റെ ലൈൻ. ഇതാണ് എക്സ് ആക്സിസിൻ്റെ. അപ്പോൾ 2. വൈ എത്രയാണ്? 3. അപ്പോൾ വൈ വരയിൽ 3 ഇതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് എന്ത് ചെയ്യുക? സ്കെയിലെടുത്ത് ഒന്ന് എന്ത് ചെയ്യുക? ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ സൂചക സംഖ്യയാണ് ഇതിന് നേർക്ക്. എക്സ് ആണ് ആദ്യം എഴുതേണ്ടത്. എക്സ് 2. വൈ എത്ര? 3. ഇനി -1, 2. അപ്പോൾ എക്സ് ഇവിടെ എത്രയാണ്? -1 ആണ്. അപ്പോൾ എക്സിൻ്റെ വരയിൽ ഇത് 1 ആണ്. ഇതല്ല വേണ്ടേ. എത്രയാണ് വേണ്ടേ? നമുക്ക് -1. അപ്പോൾ -1 ഇതല്ലേ എക്സ് ലൈനിൽ -1. വൈ എത്ര? 2 ആണ്. വൈ 2 ഇതാ ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യയാണ് എക്സ് എത്ര വരും? ഇതിൻ്റെ നേർക്ക് പോയിൻറ്റിൻ്റെ നേർക്ക് എക്സ് -1 വൈ 2. ഇനി അടുത്ത് എന്താ? 2 -1. എക്സ് എത്രയാണ്? 2 ആണ്. വൈ എത്രയാണ്? എക്സ് 2 ഇതായി കാണുന്ന എക്സ് ഈ ലൈനാണ്. ഇത് 2. വൈ എത്ര? -1 ആണെന്നല്ലേ. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഇതാണ് എത്രയെന്ന് പറയുന്നത്? എക്സ് 2 -1. അതായത് ഇതിൻ്റെ നേർക്ക് നോക്കിയാൽ മതി എക്സ് എത്രയാന്ന്. വൈ എക്സ് ഫസ്റ്റ് പറയാം, സെക്കൻഡ് വൈ പറയാം. ഇനി -2 -3. അപ്പോൾ എക്സ് എത്ര വരണം? -2 ഇതല്ലേ. ഇതാണ്. വൈ എത്ര വരണം? -3 ആണ്. വൈയുടെ വരെ ഇതാണ് -3. അപ്പം ഈ ഒരു പോയിൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? -2 -3. അതായത് ഇതിനെ നോക്കിയാൽ മതി. ഇതിൻ്റെ നേർക്ക് എക്സിൽ വരുന്ന -2 ആണ്. വൈ -3. -2 -3.